എന്താ ചേച്ചി ഇവിടെ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നത്? മഴയല്ലേ രമേ, എങ്ങോട്ടും പോകാനും ഇല്ല. പണികളൊക്കെ ആണെങ്കിൽ വേഗം ചെയ്തും തീർന്നു. കുട്ടികളാണെങ്കിൽ സ്കൂളിലും പോയി. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കൽ തന്നെ പണി. ആ, ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥയും. നീ വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കേ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? വിശേഷം എന്ത് ചേച്ചി? വിശേഷം ഇപ്പം നല്ല മഴ, അതന്നെ വിശേഷം. ശരിയാണ്, ഇപ്പം മഴയൊക്കെ പെയ്ത് മണ്ണിടിഞ്ഞും പല രീതിയിൽ വെള്ളം കൂടിയിട്ടൊക്കെ ആളുകൾ മരിച്ചു പോവുകയല്ലേ. അതോ ഈ മറ്റേ വെള്ളച്ചാട്ടം പോലുള്ള, ആളുകൾക്ക് പറഞ്ഞാലേ മനസ്സിലാവില്ല, വെള്ളച്ചാട്ടം പോലുള്ളിടത്തൊക്കെ പോയി കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ട് വെഴുക്കിയിട്ടും പിടിച്ചിട്ടൊക്കെ എത്ര പേരാ മരിക്കുന്നേ. വെള്ളം മഴയൊക്കെ പെയ്ത് വെള്ളം ഇങ്ങനെ കൂടുകയാണെന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കാർക്കും ബോധമല്ല പകുതി. എത്ര കിട്ടിയാലും പഠിക്കാത്ത മനുഷ്യന്മാരാണ്. അത് ചേച്ചി പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ ഒരു ദിവസം 2 ദിവസം മുമ്പറ്റോ വെള്ളം ഇങ്ങനെ ഒഴുകി പോണേൽ എനിക്കൊന്നും ഇതൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കനെ ഇറങ്ങിയതാ. വെള്ളം പെട്ടെന്ന് കൂടുതൽ വന്നിട്ട് അവൻ അങ്ങനെ ഒഴുകിപ്പോയി. ആ ചക്ക മരിച്ചു. എന്നിട്ട് ആ ശരിയാ, ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വിഷം അതല്ല രമേ. ഇപ്പോഴാ ഒരു 5-6 ദിവസം മുമ്പ് ഒരു അർജുൻ എന്ന് പറയുന്ന ചേട്ടൻ കർണാടകയിൽ മണ്ണിടിഞ്ഞിട്ട് ലോറിയും ആ ചേട്ടനും ഒക്കെ മണ്ണിൻ്റെ ഉള്ളിൽ പോയി. എന്തോ ഒരു വിവരമില്ലതാ, ഇന്ന് വരെ ഒരു വിവരമില്ല. തെരച്ചിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ല, ആ ചേട്ടൻ മാത്രമാണോ ഉള്ളത്? ഇനി വേറെ പലരുണ്ടോ? ഒന്നും അറിയില്ല. ആ ശരിയാ, TV തുറന്നപ്പോൾ അതേ ഉള്ളൂ. ഫോണിലാണെങ്കിൽ അതേ ഉള്ളൂ. ഞാനും കണ്ടു ചേച്ചി. പാവം, ആ ചേട്ടൻ രക്ഷപ്പെട്ട് വന്നാൽ മതിയായിരുന്നു അല്ലേ. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ദൈവത്തോട് ഒരുപോലെ പ്രാർത്ഥിക്കണം കേട്ടോ, ആ ചേട്ടന് ഒരു ആപത്തും കൂടാതെ തിരിച്ചു വരാൻ. കുടുംബത്തിന്റെ അത്താണിയാണ് ആ ചേട്ടൻ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, ഒരു ആപത്തും കൂടാതെ തിരിച്ചു വരാൻ. പിന്നെന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? എന്ത് വിശേഷടി, നേരം വെളുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ നല്ലതും നമുക്ക് വിഷമുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. രാത്രിയാവുന്നു, കിടക്കുന്നു, പിന്നെയും നേരം വെളുക്കുന്നു, പിന്നെ ഇതേപോലുള്ള പ്രതിസന്ധികളിൽ കൂടെ നടന്നു പോകുന്നു. ഇതന്നെ. അതിനിപ്പോൾ എന്നും നല്ലത് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലേ ചേച്ചി. ജീവിതമാകുമ്പോൾ നല്ലതും ഉണ്ടാവും, മോശവും ഉണ്ടാവും, സങ്കടവും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതാണ് ജീവിതം. എന്നാലും നമ്മുടെയൊക്കെ ജീവിതം ഓരോരുത്തരിനെ അപേക്ഷിച്ച് എന്ത് സുഖമാണ്. ചിലർ പട്ടിണി കിടക്കുന്നു, ചിലർ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ചിലരുടെ വീടിൻ്റെ ആധാരം ബാങ്കിലായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്നു. എന്തെല്ലാം കഷ്ടപ്പാടിൽ കൂടെ ജനങ്ങൾ കടന്നു പോകുന്നു. ഇപ്പം തന്നെ കണ്ടില്ലേ ആ അർജുൻ ചേട്ടനെ, ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പില്ലേന്ന് അറിയാത്തൊരവസ്ഥ, ഒരു ഭാര്യയുടെ അവസ്ഥ, അച്ഛൻ്റെ അമ്മൻ്റെ കൂടപ്പറപ്പുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ചേച്ചി. കുടുംബത്തിൻ്റെ അത്താണി. ഒരാള് പണി ചെയ്തിട്ട് വേണം അത്രയും പേരുടെ വയറ് നിറയാൻ. അങ്ങനെയുള്ള ഒരു അത്താണി ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവസ്ഥയിലാണിപ്പോൾ. എന്തായാലും ഈശ്വരൻ അവരെ കൈവിടാതിരിക്കട്ടെ. നമ്മളെപ്പോലെ എത്രയോ കോടി ജനങ്ങൾ, നമ്മുടെ മലയാളികൾ തന്നെ, നമ്മുടെ മലയാളികൾ മാത്രമല്ല എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കട്ടെ നല്ല രീതിക്ക്. ആ ചേട്ടന് ഒരു ആപത്തും കൂടാതെ തിരിച്ചു വരട്ടെ. ആ കുടുംബത്തിൻ്റെ അത്താണിയെ കാത്തു രക്ഷിക്കട്ടെ ദൈവം. നീ പറഞ്ഞത് ശരിയാടി. കൂട്ടുകാരെ, ഈശ്വരൻ്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം ആ ഏട്ടൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട്. ആ കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ആ പ്രാർത്ഥനയിൽ പങ്കുചേരണം കേട്ടോ. ജാതി ഭേദമന്യേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. ആർക്കും, അർജുൻ ചേട്ടന് മാത്രമല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ.